കലാസ്നേഹികളെ, ആത്മാവിന്റെ കലയാണ് നാടകം. മനുഷ്യന്റെ മുഖത്ത് നോക്കി സത്യം പറയുന്ന ഒരു കല. കഠിനമായി അധ്വാനിക്കാനുള്ള മനസ്സുണ്ടായിട്ടും ഒന്നും നേടാതെ പോകുന്ന ചില ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എന്താണ് ഇതിന് കാരണം? വർത്തമാന കാലഘട്ടത്തിലെ ചില ഏടുകളിലൂടെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. തുംകുണ്ട മാതൃസംഘം അഭിമാന പുരസ്കാരം സമർപ്പിക്കുന്നു മാർത്ത 2.0. അതിനെന്താ മാർത്തേ, നമുക്ക് ഒരുമിച്ച് പോകാം പ്രസംഗത്തിന്. തീ കത്തിക്കാം, തീ കത്തിക്കാം, സ്വർഗീയ രാജാവിൻ തീ കത്തിക്കാം. നീ ഇവിടെ പാട്ടും പാടി തീയും കത്തിച്ചിരുന്നാൽ പണി തീരുമോ? മറന്നുപോയോ? ഇന്നലെ നമ്മൾ യേശുവിനെ ഇവിടെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും കൂടെ വന്നാൽ എങ്ങനെയാ? ഒരു 10-25 കൂട്ടം കറിയെങ്കിലും ഒരുക്കണ്ടേ? സ്റ്റാർട്ടർ വേണം, വെൽക്കം ഡ്രിങ്ക് വേണം, അപ്പം വേണം, ഫിഷ് മോളി വേണം, ഐസ്ക്രീം വേണം. അങ്ങനെ എന്തൊക്കെ ഒരുക്കിയാലാ? മാർത്തേ, നമ്മൾ യേശുവിനെ അല്ലേ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. യേശുവിന് 10-25 കൂട്ടം കറികളൊന്നും വേണ്ട. നിനക്കറിയില്ലേ, അപ്പവും മീനുമാണ് ഗുരുവിന് ഏറെ ഇഷ്ടം. കുറച്ച് അത്തിപ്പഴം കൂടെ ഉണ്ടെങ്കിൽ ഏറെ സന്തോഷമാവും. ലാസറച്ചാൻ എങ്ങോട്ടാ പോണേ? യേശുവിന്റെ പ്രസംഗം ഇവിടെ ഗലീലക്കരയ്ക്കടുത്ത് നടക്കുന്നത് നീ മറന്നുപോയോ? വളരെ അത്ഭുതങ്ങളും രോഗശാന്തിയും അവിടെ നടക്കുന്നു. അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു, വ്യാധികൾ മാറുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലാസറച്ചായ, എനിക്കും വരണമെന്നുണ്ട്. പക്ഷേ യേശുവിനെ ഇന്ന് ഡിന്നറിന് വിളിച്ചിരിക്കുന്ന കാര്യം മറന്നുപോയോ? ഇവിടുത്തെ പാചകങ്ങളൊന്നും തീർന്നിട്ടില്ല. എന്നാൽ മറിയേ, നീ വാ, നമുക്ക് പ്രസംഗം കേൾക്കാൻ പോകാം. നിൽക്ക്, പോകാൻ വരട്ടെ. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കൂടി മേടിച്ചുകൊണ്ട് വേണം വരാൻ. എന്താ മാർത്തേത്? ഒരു സൂപ്പർ മാർക്കറ്റ് മുഴുവനും ഉണ്ടല്ലോ. അതെ അച്ചായ, ഇവിടെ ചിക്കൻ ഇല്ല, മല്ലിയിലയില്ല, ജ്യൂസ് ഇല്ല, അത്തിപ്പഴമില്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ശരി, വിവരിക്കേണ്ട. പ്രസംഗം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നോളാം. എന്നാ നമുക്ക് പോകാം ലാസറച്ചായ. മാർത്തേ, നിനക്ക് പറ്റുമെങ്കിൽ നീയും കൂടെ ഞങ്ങളുടെ കൂടെ വാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാവരും കൊടുത്തതിന് ഭംഗിയായി യേശുവിന് നമുക്ക് ഡിന്നർ കൊടുക്കണം. ഒട്ടും കുറയ്ക്കാൻ പാടില്ല. ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വാ. മാർത്തേ, യേശു ഗിരിപ്രഭാഷണത്തിൽ നമ്മെ എന്താ പഠിപ്പിച്ചതെന്ന് നീ ഓർക്കുന്നില്ലേ? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നാണല്ലോ. അതൊക്കെ ശരി തന്നെ. ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളമാകൂ. ഇവിടുത്തെ പണി ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് എന്നും അടുക്കള തന്നെ ശരണം.
എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. പോകുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും ഞാൻ എന്തെന്ന് ചോദിച്ചാ കൂടുതൽ വിസ്തരിക്കാനൊന്നും നിൽക്കണ്ട. സൂമിലൂടെയോ യൂട്യൂബിലൂടെയോ പ്രസംഗം കാണുന്നുണ്ടെന്ന് പറഞ്ഞാ മതി. ഓ ശരി ശരി. പിന്നെ സൂം എടുക്കുന്നവരോട് പറയണം, അവിടുത്തെ ഓഡിയൻസിനെ ഒന്നും കാണിക്കണ്ട, യേശുവിനെ മാത്രം കാണിച്ചാൽ മതിയെന്ന് കേട്ടോ. പിന്നെ മറിയേ, അവിടെ അത്ഭുതങ്ങൾ വല്ലതും നടന്നാൽ നീ അപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്തേക്കണേ. ആരാണാവോ വന്നത്? ആ ശലോമി, നീ ആയിരുന്നോ? നീ എന്താടി വടിയൊക്കെ പിടിച്ച്? നല്ല ഭംഗിയുള്ള വടിയാണല്ലോ. ഇപ്പം വടിയില്ലാതെ നിനക്ക് നടക്കാൻ വയ്യ എന്നായോ? എടി, ഇത് നടക്കാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇതേ മോശം ഉപയോഗിച്ച അംശവടിയാണ്. ഞാനിത് നമ്മുടെ തോമസം പ്ലാവെങ്കിലില്ലേ, പുള്ളിയുടെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയതാ. 100-200 അല്ല കൊടുത്തത്, 25 ലക്ഷം കൊടുത്തത്. ആ, പിന്നെ എന്തൊക്കെയുണ്ടടി വിശേഷങ്ങൾ? ആ മാർത്തേ, സുഖമായിട്ടിരിക്കണു. നീ എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നടി. എന്നാൽ നീ പ്രാർത്ഥിച്ചോ, ഞാൻ പിന്നെ വരാം. പോകാൻ വരട്ടെ, പ്രാർത്ഥന പിന്നെയും ആകാമല്ലോ. നീ ഇരിക്കേ, ഒത്തിരി നാളായില്ലേ നിന്നെ കണ്ടിട്ട്. ഓ, ഭയങ്കര തിരക്കാർന്നടി. അത് പോട്ടെ, നീ ഇന്ന് യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോയില്ലേ? ആ, നീ അറിഞ്ഞില്ലേ, ഞങ്ങളാണ് ഇന്ന് യേശുവിന് ഡിന്നർ കൊടുക്കുന്നത്. ഒരു 5 സ്റ്റാർ ഡിന്നറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശലോമി, നീ എന്താ പ്രസംഗത്തിന് പോകാതിരുന്നത്? അതിന് ഈ പ്രസംഗം 1-2 ദിവസമാണോ ഉള്ളത്? 15 ദിവസമല്ലേ? പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞാ പോരെ? പിള്ളേർക്കാണെങ്കിൽ ക്ലാസ്സും ട്യൂഷനും ഒക്കെ ഉണ്ട്. ഞാൻ വല്ല സൂമിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടോളാം. നീ തന്നെ പറ, എക്സാം ആണോ പ്രസംഗമാണോ വലുത്? അത് പിന്നെ എക്സാം തന്നെയല്ലേ. ഇടി മാർത്തെ, നീ ഇന്ന് ഫേസ്ബുക്ക് ചെക്ക് ചെയ്തിരുന്നോ? ഇല്ലടി, ഞാൻ ഒരു അരമണിക്കൂർ മുൻപേ നോക്കിയുള്ളൂ. എന്താ ശലോമി? അതെ, നമ്മുടെ ഭാഗയിലെ സാറയില്ലേ, അവള് പള്ളിയുടെ പിക്നിക്കിന് ഗ്രീൻ ഐലൻഡിൽ പോയ ഫോട്ടോയും വീഡിയോയും ഒക്കെ പോസ്റ്റ് ചെയ്തേക്കണു. അവളുടെ ഒരു പത്രാസ്. ഞാൻ ലൈക്ക് അടിച്ചിട്ടൊന്നുമില്ല, നീ ലൈക്ക് അടിക്കണ്ട കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും. മാർത്തേ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഭയങ്കര തിരക്കാടി. പിള്ളേർക്ക് ഓൺലൈനിൽ നീന്തൽ ക്ലാസ്സും ഓട്ട മത്സരം ഒക്കെ ഉണ്ട്. കൂടാതെ എനിക്ക് ജുംബ ഡാൻസും. എടി, ആ വടി ഇഞ്ഞിട്ട് എടുത്തേ, ഞാൻ പോകട്ടെ. എന്നാ ശരിടി. ഈ ചെറിയ സ്ക്രീൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. ഐപാഡ് എടുക്കാം, അതാകുമ്പോ വലിയ സ്ക്രീൻ ആണല്ലോ. ഓ, പള്ളിയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണല്ലോ. പരസ്യമൊക്കെ ഉണ്ടല്ലോ. നിറവ് 2021. നമ്മുടെ പൗലോജാന്റെ ബർത്ത്ഡേ ആണല്ലോ. ഇവനൊക്കെ ഏത് നേരവും പോസ്റ്റ് ഇടാനേ നേരമുള്ളൂ. എന്തായാലും ഒരു നെക്സ്റ്റ് എഴുതാം, ഹാപ്പി ബർത്ത്ഡേ. ഓ, സാറയുടെ വെഡിങ് ആനിവേഴ്സറിയോ? 15 വർഷമായോ? കണ്ട അവക്കൊന്നും പ്രായം തോന്നില്ല കേട്ടോ. അവളുടെ വീട്ടിലാണെങ്കിൽ എന്നും ആട്ടം പോകണം. എന്റെ വിധം ഒരു വിഷയം ഇല്ലട്ടെ, ഹാപ്പി ആനിവേഴ്സറി. അയ്യോ, സമയം പോയല്ലോ. ഈ ഫേസ്ബുക്കിൽ നോക്കിയിരുന്ന സമയം പോകുന്നതേ അറിയില്ല. പിന്നെ പണി ഒന്നും തീർന്നിട്ടുമില്ല. ആരൊക്കെയാ ഇത്? ആ, സൂസനെ റബേക്കയോ? വാ, ഇരിക്കേ. മാർത്തേ, നിന്റെ മാത്രം യേശുവിന്റെ പ്രസംഗത്തിന് കണ്ടില്ല. ലാസറും മറിയയും ഏറ്റവും മുൻപിലിരിപ്പുണ്ടായിരുന്നല്ലോ. യേശുവിനെ ഇന്ന് ഇവിടെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൊണ്ട് ഞാൻ പോയില്ല എന്നേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം? വളരെ അനുഗ്രഹീതമായ പ്രസംഗമായിരുന്നു. ഓ, എനിക്കത്ര അനുഗ്രഹമൊന്നും തോന്നിയില്ല. 2 ദിവസമായിട്ട് ഇതന്നെയല്ലേ കേൾക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ പറഞ്ഞതല്ലേ ഇന്നും പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. അല്ലേലും നീ പ്രസംഗം കേൾക്കാനല്ലല്ലോ വരുന്നത്. നെയ്യപ്പവും പഴവും പാച്ചോറും വാങ്ങിക്കാനല്ലേ വരുന്നത്. ഓ, നീ ഒന്ന് പോ. അയ്യോ മാർത്തേ, നിന്നെ കണ്ട് അപ്പടി വല്ലാണ്ടിരിക്കുന്നല്ലോ. നീ ഇപ്പം സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല? ബ്യൂട്ടി പാർലറും പോകാറില്ലേ? ഓ, എന്നാ പറയാനാ, ഈ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് എവിടെയാ സമയം ബ്യൂട്ടി പാർലറിൽ പോകാൻ? അല്ലെങ്കിൽ ഈ കൊറോണ കാലത്ത് മാസ്കും വെച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ സൗന്ദര്യമൊക്കെ ആര് കാണാനാ? നിങ്ങൾ ഇരിക്കും, കാപ്പി എടുക്കും. വേണ്ട മാർത്തേ, നിനക്ക് ഒത്തിരി പണികളുള്ളതല്ലേ. ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, സാരമില്ല, നിങ്ങൾ വല്ലപ്പോഴും അല്ലേ വരുന്നത്. ഇരിക്കേ. നിനക്ക് തിരക്കാണെങ്കിൽ നീ അങ്ങ് പോയിക്കോ. മാർത്തേ,
നീ നമ്മുടെ പള്ളിയിൽ ഏതെങ്കിലും കാര്യം അറിയുന്നുണ്ടോ? അവിടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവല്, പിക്നിക്ക്, ക്രിസ്മസ് പ്രോഗ്രാം എന്തെല്ലാമാ നടക്കുന്നത്? ഞാൻ ഇതൊക്കെ എങ്ങനെ അറിയാനാ? മറിയ ഇവിടെ വന്ന ആത്മീയ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പിന്നെ വല്ലപ്പോഴും പള്ളി സെക്രട്ടറി അയക്കുന്ന വാട്സപ്പ് മെസ്സേജ് കണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുന്നത്. റബേക്ക, നമുക്ക് പോകാം. മാർത്തേ, നിന്റെ പണി നടക്കട്ടെ. യേശു പറഞ്ഞിട്ടില്ലേ, നമ്മൾ പറയുന്ന ഓരോ വാക്കിലും നാം വിശുദ്ധിയുള്ളവരായിരിക്കണം. ഓ, ഒരു വിശുദ്ധ വന്നേക്കുന്നു. മാർത്തേ, എന്റെ സഹായം വല്ല ആവശ്യമുണ്ടോ നിനക്ക്? ആ, എന്നെ കുറച്ച് വെജിറ്റബിൾ അരിഞ്ഞതാ. അയ്യോ, ഇപ്പോഴാ ഞാൻ ഓർത്തെ. അച്ചായൻ ഓഫീസിൽ നിന്ന് വരാറായി. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. പിന്നെ ഇവളുടെ വെജിറ്റബിൾ അരിഞ്ഞിട്ട് വേണം നമ്മുടെ കയ്യിൽ കറയാകാൻ. എന്നാലും നമ്മൾക്ക് കുറച്ച് സഹായിക്കാമായിരുന്നു. മാർത്തേ, വീട്ടിലെ പണിയെല്ലാം എന്തായി? കഴിഞ്ഞോ? മറിയേ, എന്ത് പറയാനാ, ഒന്നും കഴിഞ്ഞിട്ടില്ല. സമയം പോയത് അറിഞ്ഞില്ല. ഏതായാലും നീയും എത്തിയല്ലോ, നമുക്ക് ഒരുമിച്ച് പണി തീർക്കാം. വേഗമാകട്ടെ. ലാസറച്ചായ, ഞാൻ തന്ന ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ കിട്ടിയോ? ആ, നീ നോക്ക്, എല്ലാം ഇതിലുണ്ട്. എന്റെ മാർത്തേ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ യൂട്യൂബും ഫേസ്ബുക്കും നോക്കി സമയം കളഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ യേശു നമ്മെ പഠിപ്പിച്ചത് നീ മറന്നുപോയോ? ദേ മറിയേ, നീ അധികം വിശുദ്ധയാകൊന്നും വേണ്ട. ഈ നാട്ടിലുള്ളവർക്ക് എല്ലാം അറിയാം ഇവിടെ ആരെ വീട്ടുജോലി ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്യേ. ഇവളുമാരെ കൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും തലാബാത്ത് വഴി ഓർഡർ ചെയ്യേണ്ടി വരുമായിരിക്കും. ആ യോനച്ചായ, എന്തുണ്ട് വിശേഷം? പീറ്റർ അച്ചായൻ എന്തിയേ? പീറ്ററിന്റെ അമ്മായിമ്മയ്ക്ക് പനി പിടിച്ചു, അതുകൊണ്ട് അവൻ ക്വാറന്റൈനിലാണ്. അയ്യോ, അമ്മച്ചിക്ക് കൊറോണയാണോ? കഷ്ടമായി പോയി. അമ്മച്ചിക്ക് അല്ലേൽ ഈ ഈടെയായി ഇച്ചിരി ദൈവവിശ്വാസം കുറവായിരുന്നു. മാസ്കും വെക്കില്ലായിരുന്നു. മാർത്തേ, നീ വലിയ സദ്യ ഒരുക്കുവാണെന്ന് കേട്ടല്ലോ. ഈ വീടെന്താ ഒരു വൃത്തിയുമില്ലാതെ കിടക്കുന്നേ? ഈ യോനച്ചായന്റെ ഒരു കാര്യം, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കുറ്റം പറയുകയാണോ? ഇവിടെ ഞാൻ മാത്രമല്ലേ പണിയെടുക്കാനുള്ളൂ എന്ന് അറിയില്ലേ? ഇവിടെ എല്ലാവരും പ്രാർത്ഥനക്കാരാ. പെട്ടെന്നാകട്ടെ, യേശു വരാതായി. മറിയേ, വാ ഇങ്ങോട്ട്, പണി ചെയ്യണ്ടേ? വീട്, ഞാൻ അല്പനേരം യേശുവിന്റെ അടുക്കൽ ഇരിക്കട്ടെ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഗുരു, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അങ്ങേക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ? എന്നെ സഹായിക്കാൻ ഇവിടുന്ന് മറിയോട് ഒന്ന് പറഞ്ഞാലും. മാർത്തേ, നീ പലതിനെയും കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ. അല്ല, ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാരും അവളിൽ നിന്ന് എടുക്കുകയുമില്ല. ഇത് ദുഷ്കാലമായാൽ ഓർത്തിടുവിൻ, സമയം തക്കത്തിലും ഉപയോഗിക്കുവിൻ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരങ്ങളിൽ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ.